ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇപ്പോൾ മക്കളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അച്ഛനല്ലേ അമ്മയെ വെന്റിലേറ്ററിൽ ഐസിയുവിലേക്ക് മാറ്റുക, വെന്റിലേറ്ററിലേക്ക് മാറ്റുക, എന്നിട്ട് പരമാവധി ലൈഫ് നീട്ടിക്കൊണ്ടു പോവുക. അത് ഒരു പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ്, കുറച്ചൊരു പ്രതീക്ഷയുടെ കൂടെ ഇഷ്യൂ ആണ്. ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക് ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്യുക? വി നീഡ് ടു ലെറ്റ് ഹിം ഓർ ഹർ ഡൈ പീസ്ഫുള്ളി ഓർ വി നീഡ് ടു ട്രൈ എവറിത്തിങ് പോസിബിൾ? അപ്പോൾ ഇതിന് രണ്ട് ചോദ്യത്തിനും ചേർത്ത മറുപടി പറയാൻ പോകുന്നത്, ഇത് വേറെ ആരുടെയോ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് വിഷമം. എനിക്ക് നിങ്ങളെക്കാളൊക്കെ ഒത്തിരി പ്രായമുള്ളതുകൊണ്ട് എനിക്ക് മുമ്പേ കാണാം എൻ്റെ അവസാനം. എൻ്റെ സമയം വരുമ്പോൾ അയ്യോ ഭയമാകുന്നു. കാരണം ഞാൻ ഇൻറ്റൻസീവ് കെയർ ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ഒരുപാട് കാലം. അത് എത്രത്തോളം കംഫർട്ടബിളൊരു സാധനമാണെന്ന് എനിക്കറിയാം. അവിടെ എത്രത്തോളം ടോർച്ചറുണ്ടെന്നറിയാം. മരണത്തോടടുക്കുമ്പോൾ ഞാൻ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. സ്വന്തം മരണത്തിനെപ്പറ്റി ചിന്തിക്കാൻ ഇപ്പോൾ ധൈര്യമുള്ള ആളുകളോട് ചോദ്യം. അത് ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടെ വിഷമമായിരിക്കും. ആ സമയത്ത് എന്താണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്? ഫോർ മീ, ഞാൻ എൻ്റെ കാര്യം ചോദിക്കാം, വാട്ട് വുഡ് ബി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ? ഒരു ഇതുപോലെ നല്ല എയർ കണ്ടീഷനിങ് ഇത് പോരാ, ഇതിനേക്കാളും നല്ല തണുപ്പായിരിക്കും. AC ഉണ്ട്. എൻ്റെ എല്ലാ ശരീര ഓർഗൻ്റെയും ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും ശ്വാസകോശത്തിൻ്റെയും ഒക്കെ പ്രവർത്തനം ഓരോ മിനിറ്റും അവിടെ ബ്ലീപ്പെന്ന് പറഞ്ഞാൽ, അപ്പോൾ 20 രോഗികളുണ്ട് ICU യൂണിറ്റാണെങ്കിൽ ഒരു ആവറേജ് ഒരു 100 ബ്ലീപ്പ് കേൾക്കാം. രാത്രിയും തമ്മിൽ പകലും തമ്മിൽ വ്യത്യാസമില്ല, ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. മനുഷ്യരുണ്ടോ? എന്തോ തലപ്പാവും മാസ്കും ഒക്കെ വെച്ച് ഏതോ അന്യഗ്രഹ ജീവികൾ ചുറ്റും ഇങ്ങനെ നടക്കും. ഒരു തൊണ്ടയിലേക്ക് ഒരു ട്യൂബ് ഇട്ടിരിക്കും, അല്ലെങ്കിൽ കഴുത്ത് തുളച്ചിരിക്കും. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഉൾവശം ശരീരത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു പൊടി അകത്ത് പോയാൽ നിങ്ങളെങ്ങനെ ചുമയ്ക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇതിനകത്തേക്ക് ഒരു ട്യൂബ് കയറ്റുകയാണ് സക്ഷൻ ചെയ്യാൻ, ഫ്ലൂയിഡ് എടുത്ത് കളയാൻ. പ്രാണവേദനയാണ്. ഇതൊക്കെയാണോ എനിക്ക് വേണ്ടത്? എനിക്ക് ശാരീരിക സൗഖ്യം വേണം. വേദനയോ ശ്വാസം മുട്ടോ എന്താണ് ശാരീരിക അസ്വസ്ഥയെന്ന് വെച്ചാൽ മാറ്റിക്കിട്ടണം. എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ വേണം ചുറ്റും. ആ സമയത്തും എന്നെ കെട്ടിപ്പിടിക്കാനോ ഒക്കെ ഒരാൾ വേണം. നെറ്റിയിൽ ഒരു ഉമ്മ തരാൻ ആൾ വേണം. കൊച്ചുമക്കളെ അകത്തേക്ക് കയറ്റുന്ന ഏതെങ്കിലും ICU യൂണിറ്റ് കണ്ടുണ്ടാവും. അവരുടെ ഒരു ഉമ്മ കിട്ടുന്ന പോലെ എന്താ പ്രഷ്യസ് ആയിട്ടുണ്ടാവുക. പേടി തോന്നിയാൽ പിടിക്കാനൊരു കൈ വേണം. ഇതൊക്കെയല്ലേ ഏറ്റവും പ്രധാനം. ഇതിനെ എല്ലാത്തിനെയും സിസ്റ്റമാറ്റിക്കായിട്ട് എന്നിൽ നിന്ന് മോഷ്ടിക്കപ്പെടും. പകരം എനിക്ക് വിൽഫുള്ളായിട്ട് സഫറിങ് തരും. ഞാനിത് പലർക്കും ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമെങ്കിലും ഞാൻ ശക്തിയുക്തം പറയുകയാണ്, ഈ ചെയ്യുന്നത് അനീതിയാണ്, തികഞ്ഞ അനീതിയാണ്. അസോൾട്ട് ആൻഡ് ബാറ്ററി ഫോൺ ദ പേഴ്സണാണ്. അത് നമ്മൾ അങ്ങനെ കാണാൻ സാധിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നടക്കപ്പെടുന്നത്. ടോട്ടലി അൺകോൺഷ്യസ് ആണെങ്കിൽ ഇല്ല, എവിടെയെങ്കിലും മെജോറിറ്റി ആൾക്കാർക്കും ഫീൽ ചെയ്യും, മെജോറിറ്റിക്കും ഫീൽ ചെയ്യും. ഡോക്ടർ, ഇതിനൊരു അതർ സൈഡ് പറയുന്നത് ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും ജീവിക്കണം എന്ന ആഗ്രഹമാണ് മുന്നിൽ നിൽക്കാറുള്ളത് എന്നുള്ളതാണ് ദ അതർ സൈഡ് ഓഫ് ദ ആർഗ്യുമെന്റ്. നോക്കൂ, ഇതിലൊരു 3-4 എലിമെൻറ്റ് നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഒരുപാട് എത്ര 92 വയസ്സായാലും 102 വയസ്സായാലും ജീവിച്ച് മതിയാകാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, അവിടെ ഈ ചർച്ച നേരത്തെ നടക്കണം. എനിക്ക് ICU യൂണിറ്റിലിട്ടാലും സാരമില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി വിട്, ഞാൻ അടുത്ത സെപ്റ്റംബറിൽ മോനെ കാണാൻ UK പോകാനിരിക്കുക, എന്നെ ഒന്ന് ശരിയാക്കി വിടുക എന്നായിരിക്കും ആഗ്രഹം. പക്ഷേ അദ്ദേഹം കാര്യം മനസ്സിലാക്കിയിട്ടാണോ, രോഗാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ വരുന്നത്? അപ്പോൾ വിൽ ടു ലിവ് എല്ലാവർക്കും ഒരുപോലെ അല്ല. ഞാനിത് റെഡിയായിരിക്കുന്നു,
ഞാൻ പോവുകയാണെങ്കിൽ പോവാം. പക്ഷേ അതെല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആ വ്യക്തിയുടെ താല്പര്യം പ്രധാനമാണ്. പക്ഷേ ആ താല്പര്യം വന്നത് വാസ്തവം മുഴുവൻ മനസ്സിലാക്കിയിട്ടാവണം. അദ്ദേഹത്തിൽ നിന്ന് രോഗം എന്താണെന്നോ ഒക്കെ ഒളിച്ചു വെച്ചിട്ടാവരുത്. അതാണ് സാധാരണ നടക്കുന്നത്. സത്യം പറഞ്ഞു കൊടുക്കില്ല. അയ്യോ അച്ഛൻ വിഷമിക്കില്ലേ, അച്ഛനോട് അച്ഛൻ അതൊരു അൾസറാണ് സാരമില്ല എന്ന് പറയുമായിരിക്കും. അപ്പോൾ അങ്ങേർക്ക് ജീവിച്ചിരിക്കണം. പക്ഷെ സത്യം മനസ്സിലാക്കിയിട്ടും കുറച്ചുകൂടെ ജീവിച്ചിരിക്കണം എന്നുള്ള വ്യക്തികളുണ്ടെങ്കിൽ അത് അവരുടെ അവകാശമാണ്. ഇത് എൻ്റെ ജീവിതമാണ്. എന്തോ മാത്രമാണ് ഒരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള അസുഖം വന്നു. ഈ സംവിധാനങ്ങൾ വഴി തന്നെയല്ല ഇവരുടെയൊക്കെ ലൈഫ് ICU കയറി രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നത്. അയ്യോ പ്രധാനം ഞാൻ ICU ഉണ്ടെന്ന് വേണ്ടെന്നല്ലയോ. അയ്യോ സോറി, ഞാൻ അങ്ങനെ വെന്റിലേറ്റർ ആണെങ്കിലോ വെന്റിലേറ്റർ വേണം പലപ്പോഴും. ഇപ്പം നാളെ എനിക്ക് 76 വയസ്സായി. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ 6 വാരിയലിലൊടിഞ്ഞാൽ എനിക്കിപ്പോഴും ഞാൻ പറയും ശരി കുറേ കാര്യങ്ങളോട് ചെയ്താൽ പറ്റിയേക്കും, വെന്റിലേറ്ററിൽ വിട്ട്. കാരണം എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് രക്ഷപ്പെട്ട് പോകാമെന്ന് ഒരു ഹോപ്പുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ അത് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. അത് ഞങ്ങളുടെ ചുമതലയാണ് മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ. പക്ഷേ അത് എപ്പോഴും 100% അറിയാനൊക്കില്ല. ഓക്കെ, എന്നാലും ഒരു ചാൻസ് ഉണ്ടോ? റീസണബിൾ ചാൻസ്. റീസണബിൾ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കും. അവിടെ ക്വാണ്ടിറ്റേറ്റ് ചെയ്യാൻ വിഷമമാണ്. റീസണബിൾ ചാൻസ് ഓഫ് കമ്മിങ് ബാക്ക് ടു എ റീസണബിൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെങ്കിൽ, ഇൻറ്റൻസീവ് കെയർ കൊണ്ട് റീസണബിൾ ക്വാളിറ്റി ഓഫ് ലൈഫ് തിരിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാല്യുബിളാണ്, അത് ചെയ്യണം. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അടച്ചു കൂട്ടണമെന്നോ വെന്റിലേറ്റർ ഒന്നും പാടില്ലെന്നോ അല്ല പറയുന്നത്. അത് എനിക്കും വേണം, എൻ്റെ കുടുംബത്തിനും ആവശ്യമുണ്ടെങ്കിൽ വേണം. പക്ഷേ ചോദ്യം വന്നത് അതായിരുന്നില്ല. മരണം അനിവാര്യമെന്നുള്ള ഒരവസ്ഥയിൽ, ഉദാഹരണത്തിന് ഒരു മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ, പലയിടത്തും പടർന്നു കഴിഞ്ഞ ക്യാൻസർ, 7 വർഷമായിട്ട് ഡിമെൻഷ്യയുമായിട്ട് കഴിയുന്ന ആൾ, മറവി രോഗം, അവർക്ക് ഓൾറെഡി ജീവിതം അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പാട്. അപ്പോൾ ഇതിന് ഈ മരണമെന്ന പ്രക്രിയ അല്പം വലിച്ചു നീട്ടാനാണ് അവിടെ ഇൻറ്റൻസീവ് കെയർ കൊണ്ടുള്ള ഒരേ ഒരു പ്രയോജനം. അത് പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഒന്ന്, നമുക്ക് ഉറപ്പുണ്ടോ? അതെങ്ങനെ ഉറപ്പ് വരുന്നത്? നമ്മളിപ്പോൾ ഡോക്ടറും എൻജിനീയറുമായിട്ടുള്ള വ്യത്യാസം അതാ. നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാകാത്ത ഒരു മെഷീനാണ് അവിടെ ശരീരം. അവിടെ അൺസർട്ടൻറ്റി ഉണ്ടാകും. അൺസർട്ടൻറ്റി ഉള്ളപ്പോൾ അവിടെ എനിക്ക് നോക്കാം, നമുക്കൊന്ന് നോക്കാം എന്ന് തീരുമാനിക്കേണ്ടി വരും പലപ്പോഴും. അപ്പോൾ അതേസമയം എനിക്ക് 92 വയസ്സാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുത്തി എനിക്ക് കുറച്ചുകൂടെ കിടക്കണ്ട, ഈ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, അത് എൻ്റെ അവകാശമാണ്. പക്ഷേ ഇവിടെ അത് ഞാൻ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അവകാശം, എങ്ങനെ വേണം എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അതിന് ഞാൻ അറിയണ്ടേ? 2019 ഈ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പേഷ്യൻസ് ആൻഡ് ഫാമിലി എന്നൊരു വിഷയം നമ്മുടെ MBBS കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തു. 5 വർഷമേ ഉള്ളൂ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അയ്യോ എന്നോട് ചോദിക്കണ്ടേ, അത് വേറെ പലരോടും ചോദിക്കണം എന്ന് പറയും. അതാണ് റിയാലിറ്റി. അപ്പോൾ ഇത് ഞങ്ങൾ ഞാൻ ഈ പാലിയേറ്റീവ് കെയറിൽ വന്നിട്ടാണ് ഒരു സംസാരിക്കേണ്ടതിൻ്റെ രീതി, കേൾക്കേണ്ടതിൻ്റെ രീതി പഠിക്കുന്നത്. അതിൽ പഠിക്കാനുണ്ട്. നമ്മുടെ സാധാരണ ജീവിതത്തിലും പ്രയോജനപ്പെടുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അവിടെ. അപ്പോൾ ആ പഠനമില്ലായിരുന്നു. ഞാൻ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഡിഫെൻഡ് ചെയ്യട്ടെ, അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കരുണയുള്ള ഡോക്ടറായിരിക്കും ഇത് വയറിലൊരു അൾസറാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം വിഷമിപ്പിക്കേണ്ട, കുടുംബാംഗങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. അതും ആരോടാ? ആണുങ്ങളാരും ഇല്ലേ? കാരണം നിങ്ങളൊക്കെ ദുർബലകളാണല്ലോ, ഞങ്ങൾ ശക്തിമത്തായിമാരല്ലേ. എന്താ നമുക്കറിയാം ശരിക്കും ഈ മസിൽ പിടിച്ച് നിൽക്കുന്ന പുരുഷൻ്റെ ഉള്ളിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന്. അപ്പോൾ ഇത് പലപ്പോഴും രോഗി അറിയുന്നില്ല, പലപ്പോഴും ഏറ്റവും ഒറ്റപ്പെട്ട ആളും അറിയുന്നില്ല. കണ്ടാൽ ശക്തിയുണ്ടെന്ന് തോന്നുന്ന ആളുകളോട് പറയൂ. പറഞ്ഞത് വളരെ വാലിഡ് ക്വസ്റ്റ്യനാണ്. വ്യത്യാസങ്ങൾ വരേണ്ടത്, ഇപ്പോൾ ഇതൊരു മാജിക് ബുള്ളറ്റ് ഇല്ല, ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസപ്പെടണം. ഒന്ന്, ഈ പാഠ്യപദ്ധതിയിൽ വന്നാൽ പോരാ,
640 മറ്റോ മെഡിക്കൽ കോളേജ് 600+ മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ എല്ലാം ഇത് പഠിപ്പിക്കണം. ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ് ഇസ് ഹ്യൂജ്. ഞങ്ങളുടെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണ് ഇതിൽ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുറേ എണ്ണം നടത്തിക്കൊണ്ടിരിക്കുക. മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി ഇത് പഠിപ്പിക്കുക. അതൊരു പ്രധാന പണി. അവർ പഠിക്കണം എങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണം. ഇത് ഇൻഫർമേഷൻ എൻ്റെ അവകാശമാണെന്ന് അവർ അംഗീകരിക്കണം. ഈ കരുണ കാരണം ഒളിച്ചു വയ്ക്കുന്നത് ഭയങ്കര ഉപദ്രവമാണെന്നുള്ളത് തിരിച്ചറിയണം. എൻ്റെ അവകാശമാണ് എൻ്റെ രോഗത്തിനെപ്പറ്റി അറിയുന്നത്. എൻ്റെ അവകാശമാണ്, എൻ്റെ കടമയല്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഡോക്ടറെ നല്ല കാര്യം വല്ല ആണെങ്കിൽ പറയേ, ഇല്ലെങ്കിൽ ഓളോട് പറഞ്ഞോളി എന്നെന്നോട് പറഞ്ഞിട്ടുണ്ട്. ചീത്ത കാര്യമാണ് ഇപ്പോൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ഇപ്പോൾ കേൾക്കാൻ ഇഷ്ടമില്ലെന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. അയാൾക്ക് അല്പം സമയം വേണം. ഇപ്പോൾ വേറൊന്നും ഉൾക്കൊള്ളാൻ മൈൻഡ് സ്പേസ് ഇല്ല. അപ്പോൾ ആ ഇൻഫർമേഷൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം. അത് ബോംബ് ഷെല്ല് പോലെ ആകരുത്. ഞാൻ ഒത്തിരി കാലം നോക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് 20കളിൽ ഒരു ക്യാൻസർ ഉണ്ടായി ഗർഭപാത്രത്തിൽ. ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രിപ്പും പോയിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ അടുത്ത് അന്ന് റൗണ്ട്സ്, അവർ പറഞ്ഞ കഥയാണ്, റൗണ്ട്സിന് വന്നു. റൗണ്ട്സിന് വരുമ്പോൾ അറിയാമല്ലോ, ഒരു വലിയ ഡോക്ടറും കുറേ പരിവാരങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് അവരിങ്ങനെ ചാർട്ടെടുത്ത് നോക്കി, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഗർഭാശയത്തിൽ ക്യാൻസറാണ്, ബുധനാഴ്ച ഓപ്പറേഷൻ ചെയ്യാം, സമ്മതമാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അത്രയും. ഇവർ പറയുന്നവർക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനൊരു പോസിബിലിറ്റി വിചാരിച്ചിട്ടില്ല. അവർ പിന്നെ കഥ ബന്ധുക്കൾ പറഞ്ഞത്, ബന്ധുക്കളെയൊക്കെ പുറത്ത് നിർത്തിക്കുകയല്ലേ റൗണ്ട്സിൻ്റെ സമയത്ത്, ഇവർ നിലവിളിച്ചു, എണീറ്റോടി, ഡ്രിപ്പ് ഊരി ഇങ്ങനെ ബ്ലഡും ഡ്രിപ്പ് ചെയ്ത് ഇവർ ഓടി. ഈ പുറത്തു നിന്ന് ബന്ധുക്കൾ അറിഞ്ഞ് പുറകെ ഓടി റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് തിരിച്ചവിടെ കൊണ്ടിട്ടു. അവരെ ഞാൻ അവരുടെ 40കളിലാണ് ചികിത്സിക്കുന്നത്, പാലിയേറ്റീവ് കെയറിന് കാണുന്നത്. അവർക്ക് അപ്പോഴും മാനസിക രോഗത്തിന് ചികിത്സയിലാണ്. അത് ബോംബ് ഷെല്ല് പോലെയാണ് സത്യം പറഞ്ഞത്. അതും ഭയങ്കര ക്രൂരതയാണ്. സത്യം, ട്രൂത്ത് ഇസ് എ പവർഫുൾ തെറപ്യൂട്ടിക് ടൂൾ. ചികിത്സയിൽ വളരെ ശക്തിയുള്ള ഒരു ടൂളാണ്, ഉപകരണമാണ് സത്യം. പക്ഷേ അത് കൊടുക്കേണ്ട അളവിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം.